ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഉത്രാടത്തിനായിട്ട് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ചായക്ക് കടി എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. ഇന്ന് കറി ഉണ്ടാക്കാനൊന്നൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്താൽ ഇന്നത്തെ രാവിലത്തെ കാര്യം അങ്ങോട്ട് ഉഷാറാവുമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കും ക്യാബേജും തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കനും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഉച്ചക്കലത്തെ ചോറും കറികളും ഒക്കെ ആയതിനു ശേഷം പുറത്തേക്ക് ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് എനിക്ക് അക്ഷയയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കൂടി വേണ്ടി ഇറങ്ങിയതായിരുന്നേ. വരുന്ന വഴിക്ക് ഒരു ഫാൻസി കടയിലൊക്കെ കയറിയിട്ടാ മോൾക്കൊരു കമ്മലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലത്തെ സിമ്പിൾ കമ്മലുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെനിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. മോൾക്ക് റിങ് പോലത്തെ ഒരു കമ്മലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് അവൾ എവിടെയോ കൊണ്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാനൊരു ഗ്രീൻ കളർ നെയിൽ പോളിഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ വിലയൊന്നുള്ളതല്ല. ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും ഓർത്തു കേട്ടോ. ചില സമയത്ത് അവരൊക്കെ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. പരമാവധി നമ്മൾ ഒന്നും ഓർക്കാതെ സങ്കടപ്പെടുത്തുന്നതൊന്നും ഓർക്കാതെ ഇതുപോലെ ഇങ്ങനെ കളിച്ചും ചിരിച്ചിട്ടൊക്കെ നടക്കാൻ ശ്രമിക്കാറാണ് പതിവ്. പക്ഷേ ചില സമയങ്ങളിൽ അവരേനെ ഇപ്പം കാണണം എന്നൊക്കെ തോന്നും. സത്യത്തിൽ ഇനി അവരെ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് നന്നായിട്ട് വേദനിക്കാറുണ്ട് കേട്ടോ. ലൈഫ് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോയാലും നമുക്ക് പിന്നെയും ജീവിച്ച് തീർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പിന്നെന്താ, മോള് മാങ്ങച്ചാറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനിന്ന് പച്ചക്കറി കടയിൽ പോയപ്പോഴേ ഒരു പച്ചമാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നമ്മുടെ വീട്ടിൽ നാരങ്ങച്ചാറാണല്ലോ, അപ്പോൾ അവൾക്ക് മാങ്ങച്ചാറാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് അവളെ തന്നെ അച്ചാറൊക്കെ ഇട്ടു കേട്ടോ. അവളിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇന്ന് വൈകുന്നേരത്തിന് കറിയൊക്കെ കുറവായിരുന്നേ. അപ്പോൾ ഞാൻ കോഴിമുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങിയിട്ട് കുറച്ച് ബസ്മതി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അത് വെച്ചിട്ടൊരു ബിരിയാണി എന്ന് പറയാനൊന്നും പറ്റില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബിരിയാണി പോലെ എന്ന് പറയാം, അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ നുറുക്കി വയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ എളുപ്പമാണല്ലോ പണികളൊക്കെ. ഓണം വിഷുവൊക്കെ ആയാൽ ഞാനും മോളും അച്ചും ഉണ്ടാവാറുണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ നുറുക്കാനായിട്ട്. ഇപ്രാവശ്യം അവൻ നമ്മുടെ ഹാളിലെ ചെറിയൊരു പൂക്കളം ഇടാനുള്ള ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോരാത്ത പൂവ് നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവൻ ഇതാ പൂവിൻ്റെയൊക്കെ പണിയിലാണ് കേട്ടോ. എല്ലാ കൊല്ലത്തെയും പോലെ ഇപ്രാവശ്യം ഞാനും മോളും കൂടിയിട്ട് ഇതാ പച്ചക്കറിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഓരോ കറിക്കുള്ളത് ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ഇതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. തേങ്ങ ചിരകി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്.